번만 제발 한 번만 더. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്ക്വിഡ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ അടിപൊളി വെബ് സീരീസിൻ്റെ തുടർന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായത് എന്താണ് ഈ ഒരു വെബ് സീരീസിൽ പറയുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അതായത് ഒത്തിരിയധികം ആളുകൾ നമ്മുടെ ഗീഹൂൻ എന്ന് പറഞ്ഞ നമ്മുടെ കഥാനായകനും അങ്ങനെ തുടങ്ങിയ ഒത്തിരിയധികം ആളുകൾക്ക് ഒരു പ്രത്യേകതര സ്ഥലത്തേക്ക്, അതായത് ഒരു പ്രത്യേകതര ദ്വീപിലേക്ക് ഒരു ഗെയിം കളിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസമായിരിക്കും ഈ ഒരു ഗെയിം കളിക്കുന്നത്, 6 സെറ്റായിട്ടായിരിക്കും ഈ ഒരു ഗെയിം ഉണ്ടായിരിക്കുക. അങ്ങനെ ഈ ഒരു ഗെയിം ജയിക്കുന്ന ഒരാൾക്കാകട്ടെ ഒത്തിരിയധികം കാശ് സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ തോറ്റു പോകുന്നവരായിട്ട് ആ ഒരു സമയത്ത് തന്നെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കാകട്ടെ ആ ഒരു ഗെയിം ഇഷ്ടമാവാതാവുകയും മെജോറിറ്റി ആളുകൾ വോട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം ടെർമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവരെല്ലാവരും തന്നെ, അതായത് ആ ഒരു ഇല്ലാം എന്ന് പറഞ്ഞ വയസ്സായിട്ടുള്ള മനുഷ്യനാകട്ടെ, നമ്മുടെ ഗീഹൂൻ എന്ന് പറഞ്ഞ നമ്മുടെ കഥാനായകനും, അതുപോലെ തന്നെ സൈബയോക്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയും, അതേപോലെ തന്നെ സാംഗു, അലി, നമ്മുടെ ദിയോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗാങ്സ്റ്റർ, അങ്ങനെ തുടങ്ങി ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ആ ഒരു ഗെയിം വീണ്ടും കളിക്കാനായിട്ട് ഇവരെ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം വീണ്ടും കളിക്കാനായിട്ട് ആ ഒരു വാനിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ വാനിൽ കയറുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ഗ്യാസ് അവരുടെ മുഖത്തേക്ക് സ്പ്രെഡ് ആവുകയും അവരെല്ലാവരും തന്നെ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തന്നെ തുടർന്ന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് 3-4 എപ്പിസോഡുകളായിരിക്കും. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ 2 എപ്പിസോഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടു നമ്മുടെ ഗിയുവിനെ കയറിയിട്ടുള്ള ആ ഒരു വാനാകട്ടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞാൽ ആ ഒരു പോലീസുകാരുണ്ടായിരുന്നില്ലേ, അയാളും അയാളുടെ ആ ഒരു ചേട്ടനെ അന്വേഷിച്ചുകൊണ്ട് ഈ ഒരു വാനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു വാൻ നേരെ പോകുന്നത് ഒരു ഹാർബറിലേക്കാണ്. ആ ഒരു ഹാർബറിൽ വെച്ചിട്ട് ഇതുപോലെയുള്ള ഒത്തിരിയധികം വാനുകളൊക്കെ ഈ ഒരു ജുൻഹോ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ജുൻഹോ ആകട്ടെ അവൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു കാർ നല്ലപോലെ ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വാനില്ലേ, അതായത് ഈ ഗീഹൂൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാൻ്റെ അടിയിൽ കയറി പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വാനാകട്ടെ നേരെ പോകുന്നത് ഒരു ഷിപ്പിലേക്കാണ്. ആ ഒരു ഷിപ്പിൽ വെച്ചിട്ട് ഒത്തിരിയധികം ആ ഒരു സ്യൂട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ഓരോരോ വാൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ള ആളുകൾ മയങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് അവരുടെ ചെവിയുടെ ഉള്ളിൽ എന്തോ ഒരു മെഷീൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം വെച്ച് സ്കാൻ ചെയ്തിട്ട് ആ ഒരു പ്ലേയേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ വാനായിട്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ ജുൻഹോ ആകട്ടെ ഈ ഒരു ഗീഹൂൻ ഉണ്ടായിരുന്ന ഈ ഒരു വാൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന ആൾ വരുന്ന സമയത്ത് തന്നെ അയാളെ തലപിടിച്ച് ഞെരുക്കി അയാളെ ബോധം കെടുത്തിട്ട് അയാളുടെ ഡ്രസ്സൊക്കെ നമ്മുടെ ജുൻഹോ എടുത്തുണ്ട്. എന്നിട്ട് അയാളെ ആകട്ടെ ആ ഒരു പ്രോപ്പർ, അതായത് നമ്മുടെ ജുൻഹോ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് അയാൾക്ക് ഇട്ട് കൊടുക്കുകയും ഇവൻ്റെ ഐഡൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് അയാളിനെ കടലിലേക്ക് തള്ളിയിടുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഒരാളിനെ തള്ളിയിടുന്നത് കാണുന്ന മറ്റു 2 സ്യൂട്ടനായിരുന്ന ആളുകളാകട്ടെ ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്, അതായത് അവരുടെ മാസ്കിൻ്റെ മുകളിലായിട്ട് ഓരോരോ ഷേപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോരോ ഷേപ്പുകൾക്കും ഓരോരോ പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സർക്കിൾ ഷേപ്പായിരുന്നു നമ്മുടെ ഈ ഒരു ജുൻഹോ എന്ന് പറഞ്ഞ ഈ പോലീസുകാരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ സർക്കിൾ പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലോവർ ആയിട്ടുള്ള പൊസിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സർക്കിൾ ഷേപ്പുള്ള മാസ്ക് ഇട്ടുള്ളവർ അനുസരിക്കണമെന്നായിരുന്നു അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ ഷേപ്പിനും ഓരോരോ ഹയർ പൊസിഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇവനാകട്ടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറയുകയാണ്. അയാൾക്ക് കടൽ പനിയായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു പനി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാളിനെ കടലിലേക്ക് തള്ളിയിട്ടതെന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്ന ഈ ഒരു സ്യൂട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ ഒരു മയങ്ങിക്കിടക്കുന്ന ആളുകൾ എനിക്കൊരു പ്രത്യേകതരം ഒരു ബെഡിലൊക്കെ കെടുത്തിയിട്ട് നേരെ ഒരു വലിയ ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ഹാളിൽ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് അവരുടെ നമ്പറുള്ള ആ ഒരു പച്ച ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതരം പെട്ടിയിലാക്കിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സൈബേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഷ്ടാവായിട്ടുള്ള പെൺകുട്ടിയാകട്ടെ അവൾക്ക് ചെറിയൊരു ബോധം വരികയും ആ ഒരു ബോധം വന്നതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് മാറ്റിച്ചു കൊടുക്കുന്ന ആ ഒരു സ്യൂട്ട് ഇട്ടുന്ന വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നും അവളൊരു കത്തി അടിച്ചു മാറ്റിയിട്ട് അവളുടെ പോക്കറ്റിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ അവർ ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവർ ഓരോരോ ബെഡിൽ കിടന്നിരുന്നില്ല, ആ ഒരു വലിയ ഹാളിൽ കിടന്നിരുന്നില്ല, അതേ സ്ഥലത്ത് തന്നെയാണ് കിടന്നിരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഗീഹൂൻ വന്നിട്ട് നമ്മുടെ എല്ലാവരുടെ അടുത്ത് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ അലിയും സാംഗുവും കടന്നു വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഗീഹൂന് ഒരു ഐഡിയ വരുന്നത്, അതായത് ഇനി മുതൽ ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ഗെയിംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ജയിക്കാമെന്ന് അവരോട് പറഞ്ഞ് ഒരു ടീം തന്നെ യുണൈറ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്നൊക്കെ അവർ തീരുമാനിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഡിയോക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗാങ്സ്റ്റർ ആക്ട് അവൻ വേറൊരു ടീം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീമിലേക്ക് പങ്കെടുക്കാനായിട്ട് നമ്മുടെ സൈബേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഷ്ടാവിനെ നമ്മുടെ ഡിയോക്സ് വിളിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൈബേക്ക് അവളോട് താല്പര്യമില്ലാത്ത കാരണം ഞാൻ കളിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മുടെ മിന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു മിന്നു എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നിർത്താൻ വേണ്ടി ഏറ്റവും അധികം
കാലൊക്കെ പിടിച്ച് കരഞ്ഞിരുന്നില്ലേ, ആ ഒരു പെണ്ണിൻ്റെ പേരായിരുന്നു മിന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടി ഇപ്പോൾ നമ്മുടെ ഡിയോക്സിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് കണ്ണിറുക്കി കാണിച്ചിട്ട് എന്നെ ടീമിലെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിയോക്സ് പറയുകയാണ്, നിൻ്റെ അടുത്ത് മയങ്ങി വീഴാനും എന്നെ കൊണ്ട് കിട്ടില്ല, നീ വേണമെങ്കിൽ വേറെ വല്ലവൻ്റെ ഒപ്പം പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറ്റി പറഞ്ഞയക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന ആ ഒരു സ്യൂട്ട് ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ, അതായത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ജോലി അന്നത്തെ ദിവസത്തെ ജോലി അവസാനിച്ചതുകൊണ്ട് തന്നെ അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ ഇപ്പോൾ സ്യൂട്ടിലായതുകൊണ്ട് തന്നെ അവനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അവനും അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്യൂട്ട് ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അവർ പോക്കറ്റിൽ നിന്നും ഒരു കീ എടുത്തിട്ട് ആ ഒരു നമ്പർ നോക്കിയിട്ട് അവരുടെ റൂമിലേക്ക് ഇപ്പോൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജുൻഹോയും അവൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു കീ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കീയുടെ നമ്പർ നോക്കിയിട്ട് അവൻ്റെ റൂമിലേക്ക് കയറി പോകുന്നു. അങ്ങനെ ആ റൂമിൽ വെച്ചിട്ട് അവൻ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു സർവൈലൻസ് ക്യാമറ അവരെ തന്നെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് രാത്രി സമയത്ത് ഈ പ്ലെയേഴ്സൊക്കെ കിടന്നുറങ്ങുന്ന ആ ഒരു ഹാളിൽ വെച്ചിട്ട് നമ്മുടെ മിന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോർ തുറക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാഫ് ആകട്ടെ ഗതി മുട്ടിയിട്ട് ആ ഒരു ഡോർ തുറന്ന് നോക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മിന്നുവിനെ വെട്ടിക്കൊണ്ട് അവിടേക്ക് നമ്മുടെ സൈബേക്ക് കിടന്നു വന്നിട്ട് എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാഫ് ആകട്ടെ അവരെ ടോയ്ലറ്റിൽ പോകാനായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ മിന്നു ആകട്ടെ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ആ ഒരു അണ്ടർവെയറിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് സിഗരറ്റും കാര്യങ്ങളൊക്കെ അവർ സേഫായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സിഗരറ്റ് എടുത്തിട്ട് ഇപ്പോൾ വലിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അവളുടെ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഡോർ തള്ളി തുറന്നുകൊണ്ട് അവിടേക്ക് നമ്മുടെ സൈബേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മോശമായുള്ള പെൺകുട്ടിയായിട്ട് അവൾ മൂത്രമൊഴിക്കാനായിട്ട് വന്നിരുന്നുള്ളൂ. അവളും ഇപ്പോൾ അവളുടെ ടോയ്ലറ്റിലേക്ക് കടന്നു വന്നിട്ട് ആ ഒരു ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് ചവിട്ടി കയറി അതിന് മുകളിലായിട്ട് ആ ഒരു ടോയ്ലറ്റിൻ്റെ മുകളിലായിട്ട് ഒരു വെന്റിലേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വെന്റിലേഷൻ അവളുടെ കത്തി ഉപയോഗിച്ച് അവർ നേരത്തെ ഒരു കത്തി മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കത്തി ഉപയോഗിച്ച് ആ ഒരു വെന്റിലേറ്ററിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ആ ഒരു വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നു. എന്നിട്ട് ആ ഒരു ഹാൾ, അതായത് ഈ ഒരു സംഭവം നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ വിശദമായിട്ട് നോക്കി അറിയാനായിരുന്നു അവൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ പോയിട്ട് നേരെ ആ ഒരു കിച്ചൻ്റെ മുകളിലുള്ള വെന്റിലേറ്ററിൻ്റെ അവിടെ എത്തുന്നു. അങ്ങനെ ആ ഒരു വെന്റിലേറ്ററിലൂടെ നോക്കുന്ന സമയത്ത് അവിടെ കിച്ചണിൽ ആരൊക്കെ എന്തൊക്കെ പണി ചെയ്യുന്നതൊക്കെ നമ്മുടെ സൈബയൊക്കെ കാണുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ കുറേയധികം പഞ്ചസാരകൾ ഒരു പാത്രത്തിലിട്ട് ഒരുക്കുന്നതാണ്. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ സൈബയൊക്കെ എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട്. എന്നാൽ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാഫുകൾ അവളെ പിടിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ തിരികെ വന്നിട്ട് മിന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഹാളിൽ വെച്ചിട്ട്, അതായത് അവർ കിടന്നിരുന്ന ആ ഒരു ഹാളിൽ വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ കണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മിന്നുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ അവരാരും അതിന് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം വന്നിട്ട് ആ ഒരു സ്റ്റാഫുകൾ എല്ലാവരും അവിടേക്ക് വന്നിട്ട് അവർക്കെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ബ്രെഡും ഒരു പാലുമായിരുന്നു. അങ്ങനെ നമ്മുടെ അലി ആകട്ടെ ഇവരെല്ലാവരും ഒരുമിച്ച് ആ ഒരു ടീമായിട്ടാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. അതായത് നമ്മുടെ ഗീഹൂൻ, അലി, സാങ്ബു, അതുപോലെ തന്നെ ഇല്ലാം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും കൂടി ഒരുമിച്ച് ഇരുന്ന് വട്ടനെ ഇരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലി ആകട്ടെ എല്ലാവരും ഭയങ്കര കൈൻഡായിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മുടെ സാങ്ബു അവരോടൊക്കെ പെരുമാറുന്നത്. ഇതേ സമയം നമ്മുടെ ഗീഹൂനും ഇല്ലാം കൂടി വളരെയധികം ഫ്രണ്ട്ഷിപ്പായിട്ട് ആ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറ്റി അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അവിടേക്ക് ആ ഒരു സ്റ്റാഫുകളൊക്കെ വന്നിട്ട് പറയുകയാണ് പുതിയൊരു ഗെയിം തുടങ്ങാറായി, അതായത് രണ്ടാമത്തെ സെറ്റ് ഗെയിം തുടങ്ങാറായി, നിങ്ങൾ എല്ലാവരും തന്നെ വേഗം തന്നെ വരാനൊക്കെയായിട്ട് പറയുന്നു. അങ്ങനെ അവർ റോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സാങ്കു വന്നിട്ട് നമ്മുടെ സൈബയോക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈബയോക്കിന് എങ്ങനെയാണ് ഈ കാര്യം മനസ്സിലായതെന്നൊക്കെ നമ്മുടെ സാങ്കുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാങ്കു പറയുന്നത്, അതായത് ഇന്നലെ രാത്രി നമ്മുടെ സൈബയോക്കും ഈ ന്യൂ കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സാങ്കു രഹസ്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ സൈബയോക്കിൻ്റെ അടുത്ത് എന്താണ് നിങ്ങൾ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ സൈബയോക്ക് പറയുകയാണ്, ഞാൻ ഇന്നലെ പോയി നോക്കുന്ന സമയത്ത് അവിടെ കിച്ചണിൽ വെച്ചിട്ട് ഒത്തിരിയധികം സ്റ്റാഫുകൾ വന്നിട്ട് കുറേയധികം പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നതിൽ കണ്ടുവന്ന് നമ്മുടെ സാങ്കുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാങ്കുവിനകത്ത് ഇത് കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന ഈ പ്ലേയേഴ്സിനെ എല്ലാവരും തന്നെ മറ്റൊരു ഹാളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ ഒരു ഹാളിൽ വെച്ചിട്ട് ഇവരെല്ലാവരും നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒത്തിരിയധികം ഷേപ്പുകളാകട്ടെ ആ ഒരു ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഷേപ്പുകൾ എന്ന് പറയുന്നത് ഒരു കൊടയുടെ ഷേപ്പ്, ഒരു സർക്കിളിൻ്റെ ഷേപ്പ്, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പായിരുന്നു. എന്നിട്ട് ആ ഒരു പ്ലേയേഴ്സിനോട് എല്ലാവരും തന്നെ ഓരോ ഷേപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാങ്കുവിന് ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അതായത് ഒരു കൊറിയൻ ഗെയിമായിരുന്നു, ഈ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊറിയൻ ഗെയിമായിരുന്നു ഇത്. ഇതിൻ്റെ കളി എന്ന് പറയുന്നത് ഒരു പാത്രം അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ആ ഒരു പാത്രത്തിലാകട്ടെ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഒരു വട്ടനെ മെൽറ്റ് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു ഷേപ്പിനനുസരിച്ച് ഇവർക്ക് ആ ഒരു നീഡിൽ ഉപയോഗിച്ച് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതായിരുന്നു ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ സാങ്കുവിന് നേരത്തെ തന്നെ മനസ്സിലായെങ്കിലും ഇവൻ്റെ ടീമിലുള്ള ആരോടും തന്നെ ഈ ഒരു കാര്യങ്ങളെ പറ്റി അവൻ പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീഹും വന്നിട്ട് ആ ഒരു കൊടയുടെ ഷേപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈബേക്കും സാങ്ബോയും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഷേപ്പാണ്, അതായത് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അലി വന്നിട്ട് ഒരു സർക്കിളിൻ്റെ ഷേപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഇല്ലാമും ആ ഒരു വയസ്സായിട്ട് ഇല്ലാം എന്ന് പറഞ്ഞ വ്യക്തിയും ഡിയോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗാങ്സ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ മിന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയും കൂടിയിട്ട് സ്റ്റാറിൻ്റെ ഷേപ്പാണ് അവർ 3 പേരും സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു സ്റ്റാഫുകൾ വന്നിട്ട് ഇവരുടെ അടുത്ത് ഈ ഒരു ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്, അതായത് ഇവരെല്ലാവരും ട്രാപ്ഡ് ആയിട്ടുള്ള കാര്യമെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു ഷേപ്പൊക്കെ, അതായത് ഈ ഹംബർലൈനും സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ കട്ടൗട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കട്ടൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പാട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു സമയത്ത് തന്നെ ഷോട്ട് ചെയ്ത് കൊല്ലുന്നതായിരിക്കും. എന്നാൽ അവർക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്ത കാരണം തന്നെ അവർ ആ ഒരു ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഗെയിം തുടങ്ങിയത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ സൈബേക്കും സാങ്കും കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കട്ടൗട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാഫുകൾക്ക്
കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ അലി ആകട്ടെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടെങ്കിലും പിന്നീട് അവൻ അത് ഈസി ആയിട്ട് തോന്നുകയും ആ ഒരു സർക്കിളിൻ്റെ ഷേപ്പ് അവൻ കട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാഫുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ ഇല്ലാമെന്ന് പറഞ്ഞ ആ ഒരു വയസ്സുള്ള മനുഷ്യനും അതേപോലെ നമ്മുടെ ഗീഹോൻ എന്ന് പറഞ്ഞ കഥാനായകനും ആ ഒരു ഷേപ്പുകൾ വളരെ ഹാർഡായിട്ടുള്ള ഷേപ്പായ കാരണം അത് കട്ട് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മിന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയാകട്ടെ അവളുടെ സ്ലൈഡറിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നില്ല, ആ ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് അവളുടെ ആ നീഡിൽ ചൂടാക്കിയിട്ട് മെല്ലെ മെല്ലെ ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് കട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു ഷേപ്പ് അവൾ വിജയകരമായിട്ട് കട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാഫുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഈ സ്റ്റാഫുകളാകട്ടെ ഓരോരുത്തർ ഷേപ്പ് അലമ്പാക്കുന്നത് കാരണം തന്നെ ആ ഒരു ഷേപ്പിൻ്റെ ഏതെങ്കിലും സൈഡ് കട്ട് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു ആൾക്കാരെ അപ്പോൾ തന്നെ കൊല്ലുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊല്ലാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു. ഇതേ സമയം നമ്മുടെ സൈബയോക്ക് സാങ്ബോ അലി അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ ഒരു ഗെയിം അടിപൊളിയായിട്ട് പാസ്സാക്കിയതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ മിന്നിയോടെ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റർ നമ്മുടെ ഡിയോക്സ് എന്ന് പറഞ്ഞ ആ ഗാങ്സിന് പാസ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ മുൻപ് നമ്മുടെ ഡിയോക്സ് വന്നിട്ട് നമ്മുടെ മിന്നിയോനെ കളിയാക്കി പറഞ്ഞെങ്കിലും അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഡിയോക്സിൻ്റെ ടീമിൽ കയറാൻ വേണ്ടിയായിരുന്നു അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിയോക്സ് ആയിട്ട് ആ ലൈറ്റർ മേടിച്ചിട്ട് അവൻ്റെ ഷേപ്പ് വളരെ ഈസി ആയിട്ട് കട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഗീഹോൻ എന്ന് പറഞ്ഞ നമ്മുടെ കഥാനായകനാകട്ടെ അവൻ ആ ഒരു ഷേപ്പ് കട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒരു പുതിയ ഐഡിയ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് അവൻ്റെ നാവ് ഉപയോഗിച്ച് ആ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നക്കി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ തിന്നായിട്ട് വരികയും അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് കട്ട് ഔട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന് അവൻ തോന്നിയിട്ട് അവൻ അത് ചെയ്യുന്നു. അപ്പോൾ ഇവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതേ മെത്തേഡ്, അതായത് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇല്ലാമെന്ന് പറഞ്ഞ ആ ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനും ഇതേപോലെ തന്നെ അവൻ്റെ നാവ് ഉപയോഗിച്ച് ആ ഒരു സൈഡ് തിന്നപ്പ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് കട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓവർസീർ വന്നിട്ട് അയാൾ മോണിറ്ററിൽ ഒഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഇതിനുശേഷം കാണിക്കുന്ന ഈ ഒരു ഫൈനൽ ടൈമിൽ വെച്ചിട്ട്, അതായത് ഗെയിമിൻ്റെ ഫൈനൽ ടൈമിൽ വെച്ചിട്ട് നമ്മുടെ ജീഹോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാനായകനും ഇല്ലാമെന്ന് പറഞ്ഞ ആ ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനും അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ഈ ഒരു ഗെയിം വളരെ സേഫ് ആയിട്ട് തന്നെ രക്ഷപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ജീവൻ്റെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് അവരെല്ലാവരും തന്നെ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞാൽ ആ ഒരു പോലീസുകാരനും ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കും. അവനാകട്ടെ ഈ ഒരു ഗെയിമിനെ പറ്റിയുള്ള സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കി വളരെയധികം പേടിച്ചിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ജുൻഹോ എന്ന് പറഞ്ഞാൽ ആ ഒരു പോലീസിൻ്റെ അടുത്തേക്ക് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മാസ്ക് ഇട്ടുള്ള ഒരു സ്റ്റാഫ്, അതായത് അവനെക്കാട്ടി ഹയർ പൊസിഷനിലുള്ള ഒരു സ്റ്റാഫ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നീ ഈ ഒരു ഡെഡ് ബോഡീസ് ഒക്കെ വൃത്തിയാക്കിയതിനു ശേഷം എൻ്റെ റൂമിൽ വന്നിട്ട് എന്നെ വന്ന് കാണണമെന്നൊക്കെ നമ്മുടെ ജുൻഹോൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജുൻഹോയും ഓക്കെ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ആ ഒരു മാസ്ക് ഇട്ടുള്ള വ്യക്തിയാകട്ടെ അവിടെ കുറച്ചും കൂടി നീങ്ങി പോയിട്ട് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയാകട്ടെ, അതായത് അവൻ്റെ ഷേപ്പ് കട്ട് ഔട്ട് ചെയ്ത കാരണം അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ ഒരു ചെക്കനായിട്ട് അവിടുന്ന് ഓടി വന്നിട്ട് ഈ ഒരു മാസ്കുള്ള വ്യക്തിനെ അവൻ്റെ സൂചിപ്പിന് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തതിന് ശേഷം അയാളുടെ കയ്യിലുള്ള ഗണ്ണെടുത്തിട്ട് ആ ഒരു മാസ്കുള്ള വ്യക്തിനെ ചൂണ്ടിയിട്ട് പറയുകയാണ് ആ ഒരു മാസ്ക് ഊരാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാസ്ക് ഊരിയ സമയത്ത് അതൊരു ചെറുപ്പക്കാരനായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറ്റബോധം തോന്നിയിട്ട് അയാൾ സ്വയം വെടിവെച്ച് ചാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനുശേഷം ഈ ഒരു ഓവർസിയർ ആകട്ടെ ഈ ഒരു സംഭവങ്ങളൊക്കെ അവൻ്റെ മോണിറ്ററിൽ കണ്ടിട്ട് ഇവിടേക്ക് കടന്നു വരികയാണ്. അതായത് ആ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിട്ട് ഈ ഒരു മാസ്ക് ഊരിയിൽ, ഈ സ്റ്റാഫ് മാസ്ക് ഊരിയിൽ അയാളെയും കൊന്നു കളയുകയാണ്. അങ്ങനെ നമ്മുടെ ജുൻഹോ പിന്നീട് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഈ ഒരു മാസ്ക് കാണുകയാണ്. അതായത് ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു മാസ്ക് കാണുകയാണ്. അങ്ങനെ അവനൊരു ഐഡിയ തോന്നുകയാണ്. അതായത് ഇവനെക്കാട്ട് ഹയർ പൊസിഷനിലുള്ള മാസ്ക് അല്ലേ അത്. അപ്പോൾ ഈ ഒരു മാസ്ക് അവൻ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊരു ഹയർ പൊസിഷൻ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ആ ഒരു മാസ്ക് അവിടെ നിന്ന് ഒളിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവൻ ആ ഒരു മാസ്ക് ഇടുന്നു. ഇതിനുശേഷം കാണിക്കുന്ന ആ ഒരു ഗെയിം പാസ്സായിട്ടുള്ള എല്ലാ പ്ലേസിനെയും തന്നെ തിരിച്ച് ആ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വരിയായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് രണ്ട് സ്റ്റാഫുകൾ വന്നിട്ട് അതിൽ നിന്നും 111 എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ കൊണ്ടുപോയി മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ ആ രണ്ട് സ്റ്റാഫുകൾക്ക് വളരെ സീക്രട്ടായിട്ട് ഈ ഒരു ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഡെഡ് ബോഡീസിൻ്റെ ഉള്ളിൽ ഇന്നർ ഓർഗൻസ് ഒക്കെ അവർക്ക് മുറിച്ചെടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഡോക്ടറിൻ്റെ സഹായം അവർ തേടിയിരുന്നത്. അതിന് പകരമായിട്ട് ഈ ഡോക്ടർക്ക് അടുത്തൊരു ഗെയിമിനെ പറ്റി അവർ എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്ടറിന് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഗെയിം പാസ്സാവുന്നതുമാണ്. അപ്പോൾ ആ ഡോക്ടർ ആകട്ടെ അവരുടെ ഡീൽ ആക്സെപ്റ്റ് ചെയ്യുകയും അവരെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഡോക്ടർ അവരെ സഹായിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മൾ ഡിയോക്സ് വന്നിട്ട് നമ്മുടെ മിന്നിയോട് താങ്ക് യു പറഞ്ഞിട്ട് അവൻ ആ ഒരു മിന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടീനെ അവൻ്റെ ടീമിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അതായത് ആ ഒരു പിറ്റേ ദിവസം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു സോഡയും അതുപോലെ തന്നെ ഒരു മുട്ടയായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ ഡിയോക്സ് വന്നിട്ട് അവരുടെ അടുത്ത് പറയും ഈ ഒരു മുട്ടയും സോഡയും വെച്ച് ഞങ്ങൾക്ക് ഒന്നും തന്നെ ആവില്ല, ഞങ്ങൾക്ക് കുറേ ഫുഡ് വേണമെന്നൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അവരൊന്നും തന്നെ മിണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിയോക്സും അവരുടെ ടീം മെമ്പേഴ്സും കൂടിയിട്ട് വീണ്ടും വന്നിട്ട് ആ റോവിൻ്റെ ഇടയിലേക്കൊക്കെ തള്ളി കയറിയിട്ട് അവർ ഫുഡൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും 2 റൗണ്ട് 3 റൗണ്ടൊക്കെ വന്നിട്ട് അവർ ഫുഡ് മേടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം വരുന്ന പ്ലേയേഴ്സിനൊന്നും ഫുഡൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഫുഡ് കിട്ടാതെ വന്ന ഒരു പ്ലെയർ ആകട്ടെ അവന് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഡിയോക്സിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഫുഡ് അവൻ്റെ ഷെയർ തിരിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡിയോക്സിന് ദേഷ്യം വന്നിട്ട് അവനെക്കാട്ട് കൂടുതൽ പവർ നമ്മുടെ ഡിയോക്സിനുള്ള കാരണം നമ്മുടെ ഡിയോക്സ് വന്നിട്ട് അവനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഫൈറ്റിൻ്റെ ഒടുവിലായിട്ട് ഇയാളാകട്ടെ, അതായത് ഈ ഫുഡ് ചോദിച്ചു പോയ ആളാകട്ടെ അവൻ അടി കൊണ്ട് നിലത്ത് ബോധം കിടക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഫൈറ്റൊക്കെ ശാന്തമായതിനു ശേഷം നമ്മുടെ സാങ് വന്നിട്ട് അയാളെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ സാങ്കുവിൻ്റെ ഒരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് ആ ഒരു വ്യക്തി, അതായത് അടി കൊണ്ട് താഴെ കിടക്കുന്ന ആ ഒരു വ്യക്തിയായിട്ട് മരിച്ചു പോയിട്ടുള്ള കാര്യം നമ്മുടെ സാങ്കുവിന് മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഗീഹുൻ പോയിട്ട് ആ ഒരു സ്റ്റാഫുകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു ഇത് എന്ത് നിയമമാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ല ആ ഒരു വ്യക്തി വന്നിട്ട് ആ ഒരു മനുഷ്യനെ കൊല്ലുന്നത്, അവർക്ക് ഫുഡ് കിട്ടാത്ത കാരണമല്ല അയാളെ കൊന്നു കളഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയും റഫായിട്ടൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റാഫുകളുടെ അടുത്ത് പെരുമാറുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്റ്റാഫുകളായിട്ട് ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഓവർസീർ വന്നിട്ട് അവരുടെ അനൗൺസ്മെൻറ്റ് പ്രഖ്യാപിക്കും. അതായത് ആ ഒരു നമ്പറുള്ള ആ ഒരു പ്ലെയർ ആയിട്ട്, അത് മരിച്ചുപോയ പ്ലെയർ ആകട്ടെ ഇപ്പോൾ എലിമിനേറ്റഡ് ആയിട്ടുള്ള കാര്യമെന്നൊക്കെ അവരുടെ അടുത്ത് പറയുന്നു. അതിനുശേഷം ഒരു പെട്ടിയായിട്ട് സ്റ്റാഫുകൾ വന്നിട്ട് ആ ഒരു ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് പരസ്പരം കൊല്ലുന്നത് ഈ ഒരു
ഗെയിമിൽ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിയോക്സിനും അവരുടെ ടീം മെമ്പേഴ്സിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സിനെയും തന്നെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റായിട്ട് അവർക്ക് ഈ ഒരു സമ്മാനങ്ങൾ തുക മുഴുവനായിട്ട് കിട്ടുമെന്നൊക്കെയാണ് നമ്മുടെ ഡിയോക്സും അവരുടെ ടീമും കൂടി പ്ലാൻ ചെയ്യുന്നത്. ഇതേ സമയം ആ ഒരു ഡോക്ടർ ആകട്ടെ ആ ഒരു ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയും അപ്പോൾ ആ രണ്ട് സ്റ്റാഫുകൾ വന്നിട്ട് പറയുകയാണ് ഇവിടെ നടന്ന സംഭവങ്ങളായിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ നടന്ന ആ ഒരു ഫൈറ്റിനെ പറ്റിയൊക്കെ ഈ ഒരു വ്യക്തമായിട്ട് നമ്മുടെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ ഏറ്റവും നല്ല സ്ട്രോങ്ങസ്റ്റ് ടീമിൻ്റെ ഒപ്പം നിൽക്കുക, കാരണം ഇന്ന് രാത്രി വലിയൊരു ഫൈറ്റ് തന്നെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രോങ്ങസ്റ്റ് ടീമിൻ്റെ അടുത്ത് പോയി നിൽക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നു. അതിനുശേഷം അടുത്ത ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ ഒരു ഡോക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡിയോക്സിൻ്റെ ടീമിൻ്റെ അടുത്തേക്കാണ്. ഒരു ഡിയോക്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇനി ഈ ഒരു ടീമിൽ എടുക്കണമെന്നൊക്കെ ആ ഒരു ഡിയോക്സിൻ്റെ അടുത്ത് പറയുന്നു. എന്നാൽ ഡിയോക്സ് ആകട്ടെ ഈ ഡോക്ടറിനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോക്ടർ വന്നിട്ട് നമ്മുടെ ഡിയോക്സിൻ്റെ ചെവിട്ട് വന്നിട്ട് വളരെ രഹസ്യമായിട്ട് ഈ ഒരു നടന്ന സംഭവങ്ങളൊക്കെ പറ്റി പറയുന്നു. അതായത് അടുത്ത ഗെയിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ടീമിൽ എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡിയോക്സ് ഓക്കെ എൻ്റെ ടീമിൽ കയറി വന്നിട്ട് ആ ഒരു ഡോക്ടറിനെ അവരുടെ ടീമിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആകുന്ന സമയത്ത് പതിവിൽ നിന്നും വ്യത്യാസമായിട്ട് ആ ഒരു ഹാളിലെ ലൈറ്റ് എല്ലാവരും ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയ സമയം തന്നെ നമ്മുടെ ഡിയോക്സും അവരുടെ ടീം മെമ്പേഴ്സും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് കൊല്ലാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഗീഹുൻ അവരെല്ലാവരും തന്നെ ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ച് ഒരുമിച്ച് നിൽക്കാനൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ആരും തന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇതേ സമയം ഈ ഒരു കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓവർസിയർ ആയിട്ട് നൈറ്റ് വിഷൻ മോഡിൽ ഇരുന്നിട്ട് ആരൊക്കെയാണ് കൊല്ലുന്നത് കൃത്യമായിട്ട് അവൻ്റെ മോണിറ്ററിലൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ഓവർസിയർ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് മെമ്പറോട് അവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാനായിട്ട് പറയുന്നു. അതാകുമ്പോൾ കുറച്ചും കൂടി ഈ ഗെയിമിന് ത്രില്ല് കൂടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലൈറ്റ് ഫ്ലിക്കർ ചെയ്യാനൊക്കെ തുടങ്ങുന്നു. ഇതേ സമയം നമ്മുടെ ഡിയോക്സ് വന്നിട്ട് ഓരോരുത്തരായിട്ട് കൊല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ചോരപ്പുഴ കൊണ്ട് ഒഴുകാനൊക്കെ തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ഡിയോക്സ് വന്നിട്ട് നമ്മുടെ സൈബേക്ക് എന്ന ആ ഒരു പെണ്ണിനെ വന്നിട്ട് കൊല്ലാനൊക്കെ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്നിട്ട് നമ്മുടെ ഡിയോക്സിനെ അറ്റാക്ക് ചെയ്യുകയും നമ്മുടെ സൈബേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ഗീഹുൻ അവരുടെ ടീം മെമ്പേഴ്സ് ഒരുമിച്ച് കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ സൈബേക്ക് വന്നിട്ട് അവൻ്റെ സഹായം തേടുകയാണ്. കാരണം നമ്മുടെ ഡിയോക്സ് വന്നിട്ട് സൈബേക്കിനെ കൊല്ലുമെന്ന ആ ഒരു സാഹചര്യം എത്തിയപ്പോൾ നമ്മുടെ സൈബേക്ക് വന്നിട്ട് നമ്മുടെ ഗീഹുവിൻ്റെ സഹായം തേടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡിയോക്സും അവരുടെ ടീം മെമ്പേഴ്സും കൂടിയിട്ട് നമ്മുടെ ഗീഹുവിൻ്റെ ടീം മെമ്പേഴ്സിനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഗീഹുൻ നമ്മുടെ ഇല്ലാം എന്ന് പറഞ്ഞ ആ ഒരു വയസ്സുള്ള മനുഷ്യനെ അന്വേഷിച്ച് പോയ സമയത്ത് ഇല്ലാം എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കാണുന്നുണ്ടായിരിക്കില്ല. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ബങ്കേഴ്സ് ഒക്കെ താഴേക്ക് വീണ് വലിയൊരു അപകടങ്ങൾ തന്നെ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇതേ സമയം നമ്മുടെ ഇല്ലാമാകട്ടെ ഏറ്റവും വലിയ ബങ്കുബിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാവരും ഈ ഒരു ഫൈറ്റൊക്കെ നിർത്താനായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഓവർസിയർ കാണുകയും ആ ഒരു ലൈറ്റ് ഓൺ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു ഡെഡ് ബോഡീസ് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആ ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 മെമ്പേഴ്സ് ഈ ഒരു ഫൈറ്റിൻ്റെ ആയിട്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വെറും 80 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളതെന്നും അവർക്ക് അനൗൺസിലൂടെ മനസ്സിലാവുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഗീഹുനും അവൻ്റെ ടീം മെമ്പേഴ്സും കൂടിയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെ എതിർക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട് അവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഇല്ലാം എന്ന് പറഞ്ഞാൽ ആ ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനാകട്ടെ അവൻ ഈ ഒരു സംഭവങ്ങൾക്ക് നേരിൽ കണ്ടതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ സ്വന്തം പേര് പോലും ഇപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഗീഹുൻ വന്നിട്ട് അവൻ ആശ്വസിച്ചിട്ട് പറയുകയാണ് ഇനി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഡിയോക്സ് അവൻ്റെ ടീം മെമ്പേഴ്സും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിയോക്സ് ആയിട്ട് വളരെയധികം ഹാപ്പി ആയിരിക്കും. കാരണം അവൻ 27 മെമ്പേഴ്സിനെ കൊന്നിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സന്തോഷമായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ഡിയോക്സിന് മേത്തൊക്കെ ഒത്തിരിയധികം പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പരിക്കുകളൊക്കെ ഈ ഒരു ഡോക്ടർ വന്നിട്ട് അവൻ ഉണങ്ങാനൊക്കെ ആയിട്ട് സഹായിച്ചുകൊണ്ടിരിക്കും. ആ ഒരു മുറിവുകളൊക്കെ കെട്ടിക്കൊടുത്ത് അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ മിന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരിക്കും. അവൾക്കാകട്ടെ നമ്മുടെ ഡിയോക്സിന് പേര് സംശയം തോന്നുന്നുണ്ടായിരിക്കും. കാരണം അവന് ഏറ്റവും ഫൈനൽ റൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോക്ടറിനെ തന്നെക്കാട്ടി കൂടുതലായിട്ട് ഫ്ലേവർ ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മിന്നുവിനാകട്ടെ അവൾക്ക് കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മുടെ ഡിയോക്സിനെ കൊണ്ടുപോയിട്ട് ഒരു ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് സെക്സിൽ ഏർപ്പെടുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ അവിടേക്ക് സ്റ്റാഫ് മെമ്പേഴ്സ് വന്നിട്ട് അടുത്തൊരു ഗെയിമിന് ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു എംറ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവർ ഒരു അനൗൺസ്മെൻറ്റ് പറയുകയാണ്. അതായത് ഇവരെല്ലാവരോടും ഒരു 10 പ്ലേയേഴ്സ് ഇറങ്ങുന്ന ഒരു ടീമായിട്ട് മാറാനായിട്ട് പറയുന്നു. എന്നാൽ നമ്മുടെ ഗീഹുവിൻ്റെ ടീമിലായിട്ട് വെറും 5 പ്ലേയേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും കുറച്ച് പ്ലേയേഴ്സിനെ കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഡിയോക്സും അവൻ്റെ ടീം മെമ്പേഴ്സിനും എന്താണ് അടുത്ത ഗെയിം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ആ ഒരു ഡോക്ടർ വന്നിട്ട് അവരോട് ഈ ഒരു പുതിയ ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിയോക്സിനും അവൻ്റെ ടീം മെമ്പേഴ്സിനും അടുത്തൊരു ഗെയിം എന്താകാൻ പോകുന്നുവെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല സ്ട്രോങ് ബിൽഡായിട്ടുള്ള 10 പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മിന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടീനെ അവരുടെ ടീമിൽ നിന്നും അവർ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിന്നി വന്നിട്ട് നമ്മുടെ ഗീഹുവിൻ്റെ ടീമിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ സൈബയൊക്കെ ആകട്ടെ മറ്റൊരു പെൺകുട്ടീനെ കൂടി അവരുടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു എല്ലാ പ്ലേയേഴ്സും തന്നെ 10 പ്ലേയേഴ്സായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഗീഹുവിൻ്റെ ടീമിൽ ഈ ഓരോ പ്ലേയേഴ്സും അതായത് എല്ലാം ഒഴിച്ചുള്ള ബാക്കി എല്ലാ പ്ലേയേഴ്സും ഓരോ പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കുന്നു. പോരാതെ തന്നെ നമ്മുടെ മിന്നി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എക്സ്ട്രാ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗീഹുവിൻ്റെ ടീമിൽ 10 പ്ലേയേഴ്സ് ആകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡിയോക്സിൻ്റെ ടീമിലും ഓരോ 10 പ്ലേയേഴ്സ് ആവുന്നുണ്ട്. ഇതിനുശേഷം ഈ 10 പ്ലേയേഴ്സ് എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഒരു മറ്റൊരു ഹാളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഹാളിൽ അവർ നോക്കുന്ന സമയത്ത് അവിടെ വലിയൊരു ബിൽഡിംഗ് പോലെ ഒരു ബ്രിഡ്ജ് 2 സൈഡിലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആ ബ്രിഡ്ജിൻ്റെ നടുവിലായിട്ട് വലിയൊരു കയറും കൂടി കിടക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്. അതായത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വടംവലിയാണ്. എന്നാൽ ഈ ഒരു ഗെയിമിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ നടുവിലായിട്ട് വലിയൊരു ഗ്യാപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടീം തോൽക്കുന്ന ടീം ഏതാണോ ആ ഒരു ടീം ഈ ഒരു ഗ്യാപ്പിലേക്ക് വീഴുകയും അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കൈകളൊക്കെ ഈ കയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇവർ വടം വലിക്കാനായിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ ഫസ്റ്റായിട്ട് കുറച്ച് ഡിയോക്സിൻ്റെ ടീമും അതുപോലെ തന്നെ വേറൊരു ടീമിനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഡിയോക്സിൻ്റെ
ടീം അത് വളരെ ഈസി ആയിട്ട് തന്നെ ജയിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ തോറ്റ ടീം അവരുടെ ഒരു ഗ്യാപ്പിൽ ഈ കയറിന് മുകളിൽ ഞെട്ടി പിടിച്ച് അവിടെ താഴെ കിടക്കുകയായിരിക്കും. അപ്പോൾ തന്നെ വലിയൊരു കട്ടിംഗ് മെഷീൻ വന്നിട്ട് ആ ഒരു കയർ കട്ട് ചെയ്യുകയും ആ ഒരു പ്ലേയേഴ്സ് എല്ലാവരും താഴെ വീണ് മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ മരിച്ചു കിടക്കുന്ന പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് ആ ഒരു സ്റ്റാഫ് മെമ്പേഴ്സൊക്കെ വന്നിട്ട് അവരുടെ ബോഡി ആ ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ബ്ലാസ്റ്റിംഗ് ഫർണസിൽ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഗെയിം കളിക്കാനായിട്ട് അവസരം കിട്ടുന്നത് നമ്മുടെ ഗീഹുവിൻ്റെ ടീമിലായിരിക്കും. അപ്പോൾ അവൻ്റെ ടീമിലാകട്ടെ 2 പെൺകുട്ടികളും അതുപോലെ തന്നെ ഒരു വയസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ടീം നോർമലായിട്ട് വളരെയധികം ലോ ആയിട്ടുള്ള ഒരു ടീമാണ്. എന്നാൽ അവരുടെ ഓപ്പോസിറ്റ് ടീം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ആണുങ്ങളായിരിക്കും. അങ്ങനെ അവർ ആ ഒരു ബ്രിഡ്ജിലേക്ക് പോകുന്ന സമയത്ത് അതൊരു ലിഫ്റ്റിലൂടെയാണ് ആ ഒരു ബ്രിഡ്ജിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആ ഒരു ബ്രിഡ്ജിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാം വന്നിട്ട് അവർക്ക് കുറച്ച് ബേസിക് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു വടംവലിയുടെ കുറച്ച് ബേസിക് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മുന്നിൽ നിൽക്കേണ്ട ആൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ തല ഉപയോഗിച്ച് ആട്ടിക്കൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നിൽ നിൽക്കേണ്ട ആളും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതിനിടയിൽ നിൽക്കുന്ന ആളുകളാകട്ടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു വലിവ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വലിവായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല ആദ്യത്തെ 10 സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബാക്കോട്ട് മലന്ന് കിടന്നിട്ട് വേണം വലിക്കാനെന്ന് നമ്മുടെ എല്ലാം വന്നിട്ട് അവരോടൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ധൈര്യം സംഭരിച്ചിട്ട് ആ ഒരു വടം വലിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗെയിം തുടങ്ങുകയാണ്. ഇല്ലാമെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്ത ആ ഒരു ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ നല്ല സ്ട്രോങ് ആയിട്ട് വലിക്കുകയാണ്. അപ്പോൾ അവരുടെ സൈഡിലേക്കാണ് ആ ഒരു റിബൺ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർ ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് ആയിട്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് വലിച്ചിട്ട് ഇവരെ തോൽപ്പിക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഏറ്റവും ഫൈനൽ ടൈമിൽ വെച്ചിട്ട് നമ്മുടെ സാങ്കു വന്നിട്ട് അവർക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവരോട് കുറച്ച് സെക്കൻഡിലേക്ക് കയർ ലൂസ് ഒക്കെ എനിക്കായിട്ട് പറയുന്നു. അങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പോസിറ്റ് പ്ലേയേഴ്സിൻ്റെ ബാലൻസ് പോകുകയും അവർ വിടാനൊക്കെയായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ നമ്മുടെ സാങ്കു വന്നിട്ട് എല്ലാവരോടും പറയുന്നു. അങ്ങനെ 1, 2, 3 എന്ന് പറയുമ്പോഴേക്കും കയർ ലൂസ് ആക്കിയിട്ട് അവർ മുൻപോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും തന്നെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ 1, 2, 3 എന്ന് നമ്മുടെ സാങ്കു പറയുമ്പോഴേക്കും അവരെല്ലാവരും തന്നെ കയർ ലൂസ് ആക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ തുടർന്ന് എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇവരുടെ ടീം ജയിക്കുമോ, എന്തൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇനി നടക്കാൻ പോകുന്നത്, അടുത്തൊരു ഗെയിം എന്തായിരിക്കും, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളോട് ഉത്തരമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്ന് ഈ ഒരു സീരീസിന് തന്നെ അടുത്തുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.